പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം brought to you by പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. നമസ്കാരം, വെൽക്കം ടു പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. അപ്പോൾ അങ്ങനെ മറ്റൊരു സൺഡേ എത്തി, സ്വർണ്ണവർഷം എത്തി. നിങ്ങൾക്ക് സ്വർണം നേടാനുള്ള അവസരമായി. അതായത് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം: നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പേഴ്സിലോട്ട് വിളിക്കുക, ട്രൈ ചെയ്യുക. കോൾ കണക്റ്റ് ആവുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം. കോൾ കണക്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊരു നമ്പർ ചൂസ് ചെയ്ത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് സ്വർണം നേടാം. എന്തായാലും നമ്മുടെ ആദ്യത്തെ കോളറിലോട്ട് നമുക്ക് പോകാം. ഹലോ ഹലോ, ഇതാരാണ്? നവനീത. എവിടുന്നാ വിളിക്കുന്നത് നവനീത? തിരുവനന്തപുരത്ത് എവിടെയാ? ഓക്കേ. ഏതാണ് നമ്പർ മോളെ സെലക്ട് ചെയ്തത്? ഏതാണ്? 52 ആണല്ലേ സെലക്ട് ചെയ്തത്. എത്രാം ക്ലാസ്സിലാണ് നവനീത പഠിക്കുന്നേ? 6th പഠിക്കുകയാണ്. ഏത് സ്കൂളിലാ? ആഹാ. അപ്പൊ നാളെ ഇനി സ്കൂളിൽ പോണ്ടേ? പോണോ അല്ലേ? ഇന്നോ? അപ്പൊ ഹോംവർക്ക് ഒക്കെ ഉണ്ടോ? ഹോംവർക്ക് ഒക്കെ ചെയ്ത് തീർത്തോ? തീരാറായി. ഓക്കെ. അപ്പോ യെസ്, നമ്പർ 52 അല്ലേ? നമുക്കൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ സ്വർണ്ണം ഉണ്ടോന്ന്? നോക്കട്ടെ. ഓക്കെ. ആ നമ്പർ പറയാൻ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇല്ല, ഒരു പ്രത്യേകതയില്ല. ഓക്കെ. എന്തായാലും നമുക്ക് ആ നമ്പർ ഒന്ന് ചുമ്മാ ഗസ് ചെയ്താണ് നവനീത കുട്ടി. ഇതിൽ സ്വർണ്ണം ഉണ്ടോ ഒന്ന് നോക്കിക്കളയാം. നവനീത പറഞ്ഞ നമ്പർ 52 ഗോൾഡ് ഇല്ല കേട്ടോ. സാരമില്ല, പോട്ടെ കേട്ടോ. നെക്സ്റ്റ് ടൈം കിട്ടുവേ. ഓക്കെ, ബൈ. ഓക്കെ. അപ്പം നവനീതയ്ക്ക് കിട്ടിയിട്ടില്ല. നമ്മുടെ ഫസ്റ്റ് കോളറാണ്. ഇനിയും കോളേഴ്സ് വരാനുണ്ട്, ഇനി വാട്സപ്പ് മെസ്സേജസ് വരാനുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് വിളിക്കുക. വിളിച്ചിട്ട് ഇതിൽ കാണുന്ന ഏതെങ്കിലും നമ്പർ, ഇപ്പം നവനീത ചെയ്ത പോലെ തന്നെ ചൂസ് ചെയ്യുക. എന്നോട് പറയുക, ഞാൻ തുറന്നു നോക്കുന്നു, സ്വർണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് തരുന്നു. അതല്ലാണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വാട്സപ്പ് നമ്പറിലോട്ട് അയക്കുക. വാട്സപ്പിലോട്ട് അയക്കുന്നതിനെ പറ്റി ഡീറ്റെയിൽസ് പറയാം. എന്തായാലും അടുത്ത കോളറിലോട്ട് പോകാം. ഹലോ, ഇതാരാണ്? നീതു. ഓക്കെ. നീതു, ഏതാണ് നമ്പർ സെലക്ട് ചെയ്തിരിക്കുന്നത്? ഏതാണ്? 49. ഓക്കെ. നീതു എവിടുന്നാ വിളിക്കുന്നേ? കോട്ടയം. എന്താ ചെയ്യുന്നേ? ഹൗസ് വൈഫാ. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഒരു മോളുണ്ട്, ഹസ്ബൻഡ് അമ്മ. മോൾ എത്രയായി? മോള് 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓക്കെ. യെസ്. അപ്പോ ഏതാണ് നമ്പർ? 49 അല്ലേ? ഓപ്പൺ ചെയ്ത് നോക്കിയാലോ? നോക്കട്ടെ. 49. യെസ്, 49. യെല്ലോ ബോക്സിൽ ഇങ്ങനെ 49 ഇരിപ്പുണ്ട്. ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കിക്കളയാം. ഓക്കെ. സോ 49. അയ്യോ, ഇല്ല കേട്ടോ. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് എഴുതിയിരിക്കുന്നത്. സോ നെക്സ്റ്റ് ടൈം ലക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, ബൈ. ഓക്കെ. അപ്പോൾ നീതുവിനും കിട്ടിയിട്ടില്ല, നവനീതയ്ക്ക് കിട്ടിയിട്ടില്ല. ഇനി ആർക്കാണ് കിട്ടാൻ പോകുന്നത് അല്ലേ? എന്നാലും ഈ ഒരു 1 hour ഷോയിനുള്ളിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ആരൊക്കെയാണ് ഇന്നത്തെ ഭാഗ്യശാലികൾ എന്ന്. എന്തായാലും ഇപ്പോൾ 2 നമ്പേഴ്സേ പോയിട്ടുള്ളൂ. ഒരുപാട് നമ്പേഴ്സ് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ ഇവിടെ ഉണ്ട്. ഇതിൽ ഒരു നമ്പർ നിങ്ങൾ ഗസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ചെറിയൊരു വർക്ക് എന്ന് പറയുന്നത്. സിമ്പിളായിട്ടുള്ള വർക്കാണ്. അതിനുവേണ്ടി ചെയ്യേണ്ടത് ഫോൺ എടുക്കുക, ഡയൽ ചെയ്യുക. ഫോൺ എവിടെ നിന്നും എടുക്കേണ്ട, നിങ്ങളുടെ കയ്യിൽ തന്നെ ഫോൺ ഇരിപ്പുണ്ട്. ഐ നോ
ഐ നോ, എങ്ങനെ മനസ്സിലായെന്നല്ലേ ചിന്തിക്കുന്നത്, എനിക്കറിയാം ഇതൊക്കെ. ആ ഫോൺ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് നമ്പർ ഡയൽ ചെയ്യുക, ഇങ്ങോട്ടൊന്ന് വിളിക്കുക. വിളിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും നമ്പർ പറയാം. അപ്പോൾ നമ്മൾ നമ്പർ ചൂസ് ചെയ്യുന്നത് ഏത് നമ്പറും ആവാം. എന്തായാലും അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇന്ന് ഇട്ടിരിക്കുന്ന ഓർണമെൻറ്റ്സ് ഓക്കെ അടിപൊളിയല്ലേ? ഓക്കെ, നല്ല ഓർണമെൻറ്റ്സ് അല്ലേ? ഡയമണ്ട് ഓർണമെൻറ്റ്സ് ആണ് ഞാൻ ഇട്ടേക്കുന്നത്. ഈ മാലയാണെന്നുണ്ടെങ്കിലും ഈ കമ്മലാണെന്നുണ്ടെങ്കിലും ഒക്കെ ഡയമണ്ട് ആണ്, ഗോൾഡും ഡയമണ്ടും ആണ് ഇട്ടിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്, സിമ്പിൾ ആണ്, എന്നാൽ ആ ഒരു ഹെവി ആയിട്ടുള്ള ഒരു ലുക്കും തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇയറിംഗ് നോക്കിയേ, ഇയറിംഗ് ആണ് എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നല്ല രസമുണ്ട് അല്ലേ? ഓക്കെ, ഇതൊക്കെ എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ യെസ്, സ്വർണ്ണമഹൽ, പോത്തി സ്വർണ്ണമഹലിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അവിടെ ഉള്ളൊരു ഓഫർ പറയട്ടെ. ശരിക്കും ഈ വരുന്ന സാറ്റർഡേ ആൻഡ് സൺഡേ, ഈ വരുന്നതെന്നല്ല, ഈ സാറ്റർഡേ ആൻഡ് സൺഡേ ശരിക്കും ഡയമണ്ട് ഡേ ആണ്. അപ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളപ്പോൾ സ്വർണം വാങ്ങുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് ക്യാരറ്റിന് 12,000 റുപ്പീസ് റിഡക്ഷൻ കിട്ടും. അതുപോലെ തന്നെ ഗോൾഡ് കോയിൻ സമ്മാനമായിട്ട് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ സ്വർണം വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ടും കിട്ടും. ഇതൊക്കെ അവിടെ ഓഫേഴ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ സ്വർണം വാങ്ങാൻ, ഡയമണ്ട് വാങ്ങാനൊക്കെ ഉദ്ദേശിക്കുന്നവർ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യണ്ട. ഓക്കെ, സോ യെസ്, ബാക്ക് ടു അവർ ഷോ. ഈ കാണുന്ന നമ്പേഴ്സിൽ ഒരു നമ്പർ ചൂസ് ചെയ്യുക, എന്നെ വിളിച്ച് പറയുക. ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലക്കി നമ്പർ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ വെഡ്ഡിങ് ഡേ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത്ഡേ ആവാം, എന്ത് നമ്പറും ആയിക്കോട്ടെ, അതൊന്നും ഇങ്ങോട്ട് പറഞ്ഞാൽ മാത്രം മതി. ഇന്നത്തെ ദിവസം ഏത് നമ്പറാണ് നിങ്ങൾക്ക് ലക്ക് കൊണ്ടുവരാൻ പോകുന്നതെന്ന് ആർക്കും അറിയില്ല അല്ലേ? പക്ഷെ അത് അറിയണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യണം. നിങ്ങൾ ട്രൈ ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. വിളിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. എന്തായാലും നമ്മുടെ നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ ഹലോ ഹലോ, ഇത് ആരാണ്? ഇത് എറണാകുളത്ത് നിന്നാണ്. എറണാകുളത്ത് നിന്ന്. പേരെന്താണ്? രേണു. ഓക്കെ, രേണു, ഏതാണ് നമ്പർ? നമ്പർ 56 ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? ഓക്കെ, 56 സെലക്ട് ചെയ്യാൻ എന്തെങ്കിലും പർട്ടിക്കുലർ റീസൺ ഉണ്ടോ? 2 മക്കളുണ്ട്, അവര് പറഞ്ഞു 56 സെലക്ട് ചെയ്തോളാം. രണ്ടുപേരും കൂടെ പറഞ്ഞു 56 മതി, അത് ഗോൾഡ് കാണുന്നല്ലേ. മക്കളൊക്കെ എത്രയായി? മക്കളെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടുപേരും? രണ്ടുപേരും ട്വിൻസ് ആണ്. ട്വിൻസ് ആണോ? ഓക്കെ, ഗേൾസ് ആണോ ബോയ്സ് ആണോ? ഒരു ബോയ് ഒരു ഗേള്. ഒരു ബോയ് ഒരു ഗേള്. 56 അല്ലേ പറഞ്ഞു? ഓക്കെ, ബോയും ഗേളും ഒരുപോലെയാണോ കാണാനൊക്കെ ഏകദേശം? അല്ല, ഡിഫറന്റ് ആണ്. ഓക്കെ, രണ്ടുപേരും എങ്ങനെ, ബഹളക്കാരാണോ? ഇത് പാവമാണ്, എല്ലാ വഴക്കൊക്കെ ഉണ്ടല്ലേ? നല്ലപോലെ വഴക്കിടും. ഓക്കെ, അപ്പൊ സാധാരണ ഗതിയിൽ ഈ ട്വിൻസ് ആകുമ്പോഴേക്കും ഒരുപോലെയൊക്കെ ഡ്രസ്സൊക്കെ എടുപ്പിച്ച് കൊണ്ടുപോകല്ലോ. ഇത് ആൺകുട്ടിയും പെൺകുട്ടിയും ആകുമ്പോൾ ഏകദേശം മാച്ചിങ് കളേഴ്സ് ഒക്കെ എടുക്കുമോ? ഏകദേശം മാച്ചിങ് കളർ സെലക്ട് ചെയ്തെടുക്കും അല്ലേ? ഓക്കെ. അപ്പോ 56 നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, നോക്കട്ടെ 56ൽ ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കിക്കളയാം. 56 ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ ഗോൾഡ് ഇല്ല, ഗോൾഡ് കോയിൻ ഇല്ല കേട്ടോ. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ഓക്കെ, താങ്ക് യു, ബൈ. ഓക്കെ, സോ നമ്മുടെ തേർഡ് കോളറിനും കിട്ടിയിട്ടില്ല. പക്ഷെ സാരമില്ല, ഇനിയും ഒരുപാട് സമയമുണ്ട്, ഇനിയും കോളേഴ്സ് വരാനുണ്ട്, ഇനി ഒരുപാട് നമ്പേഴ്സ് ഇവിടെ ഓപ്പൺ ആക്കാനും ഉണ്ട്. അപ്പം മീൻ വൈൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ വാട്സപ്പിൽ ഒന്ന് അയക്കുക. 8086011443 എന്ന നമ്പറിലോട്ടാണ് വാട്സപ്പിൽ അയക്കേണ്ടത്. ഏതാണ്? 8086011443 എന്ന നമ്പറിലോട്ട് വാട്സപ്പിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, പ്ലസ് നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ ഒരൊറ്റ തവണ അയക്കുക. ഒരുപാട് തവണ അയച്ചു കഴിഞ്ഞാൽ ഡിസ്ക്വാളിഫൈ ആയിപ്പോവും. അപ്പോൾ നിങ്ങൾ അയക്കുമ്പോൾ ഒരൊറ്റ തവണ മാത്രം അയക്കുക. ഓക്കെ, ആ ഒരു കിട്ടാനുള്ള ചാൻസും കൂടെ നിങ്ങൾ വീണ്ടും അയച്ച് കളയരുത്. ഓക്കെ, പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ലാസ്റ്റാണ് വാട്സപ്പ് വിന്നേഴ്സിനെ എടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ നിങ്ങളുടെ ഭാഗ്യം പോലെ ചിലപ്പോൾ നേരത്തെയും എടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാട്സപ്പിനെ നിങ്ങൾ ലാസ്റ്റായിട്ട് മാറ്റി വെക്കണ്ട, ഇപ്പോഴേ അയച്ചു തുടങ്ങിക്കോളൂ. ഓക്കെ, ചില ആൾക്കാർ ഏറ്റവും ലാസ്റ്റ് അയക്കാമെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കും, അത് വേണ്ട, ഇപ്പോഴേ അയച്ചു തുടങ്ങിക്കോളൂ. ഫസ്റ്റ് അയക്കുന്നവർക്കാണ് കൂടുതൽ പ്രിഫറൻസും ഉള്ളത് വാട്സപ്പിൽ. പിന്നെ കോളിന് എപ്പോഴും ഫസ്റ്റ് പ്രിഫറൻസ് ആണല്ലേ. കോൾ കണക്റ്റ് ആയി പിന്നെ വിളിക്കുക, പറയുക, അത്രയേ ഉള്ളൂ കാര്യം. കോളിന് വേറൊരു ഇതുമില്ല. അപ്പോൾ നിങ്ങൾ കോളിലൂടെയും കണക്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആകെ 3 നമ്പേഴ്സേ പോയിട്ടുള്ളൂ. 52 പോയി, 56 പോയി, 49 പോയി. ഒരു 49 തൊട്ട് 56 വരെയുള്ള നമ്പേഴ്സിനിടയിലാണ് 3 പോയിരിക്കുന്നത്. അപ്പോൾ എന്തോരം നമ്പേഴ്സ് ഉണ്ട്, എവിടെയൊക്കെ കാണാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ഒരു ഇത് നിങ്ങൾക്ക് മനസ്സിലോട്ട് വന്നില്ലേ? അപ്പോൾ നമുക്കിങ്ങനെ കാണുമ്പോൾ തന്നെ
ഏതെങ്കിലുമൊക്കെ നമ്പർ ഉള്ള പോലെ തോന്നുമല്ലേ, ചില ഇൻറ്റ്യൂഷൻസ് വരും. അപ്പോൾ ഇൻറ്റ്യൂഷൻസ് വന്നാലും നിങ്ങൾ ഒട്ടും തന്നെ അതിനെ മാറ്റി വയ്ക്കേണ്ട. ചിലപ്പോൾ ഇന്നത്തെ ദിവസം ദൈവം നിങ്ങളുടെ മനസ്സിലോട്ട് ഇട്ട് തരുന്ന ഇൻറ്റ്യൂഷൻ ആയിരിക്കും. ചിലപ്പോൾ അത് ഗോൾഡ് ഉണ്ടായി എന്ന് വരും, നിങ്ങൾക്ക് കിട്ടിയെന്നും വരും അല്ലേ. ചിലപ്പോൾ ആ നിമിഷം ഒന്ന് വിളിക്കുമ്പോൾ ആ ഫസ്റ്റ് കോൾ തന്നെ കണക്ട് ആയി എന്ന് വരും. എല്ലാവർക്കും എപ്പോഴും അങ്ങനെ ആവണമെന്നും ഇല്ല കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം, അടുത്ത കോളിലോട്ട് പോകാം. ഹലോ ഹലോ ഹലോ, ഇതാരാണ്? സുറുമി. ഓക്കെ, സുറുമി ഏതാണ് നമ്പർ? 41. ഓക്കെ, സുറുമി എവിടെന്നാ വിളിക്കുന്നേ? ഞാൻ ട്രിവാൻഡ്രം മണക്കാട്. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത് സുറുമിയുടെ? ഹലോ, സുറുമിയുടെ വീട്ടിലൊരു കുഞ്ഞു മോനുണ്ടെന്ന് മനസ്സിലായി. അതെ, ഭയങ്കര ബഹളം. അതാണ്. വേറെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ആണോ? മോൻ എത്രയായി ഇപ്പോ? മോന് ഒരാൾക്ക് 8 വയസ്സായി, ഒരാൾക്ക് 4 വയസ്സ്. ഓ, ഓക്കെ ഓക്കെ ഓക്കെ. രണ്ടുപേരും ഭയങ്കര ബഹളക്കാരാണോ? ബഹളം. 4 വയസ്സുകാരനാണോ അവിടെ ബഹളം? അതെ, രണ്ടുപേരും ഉണ്ട്. എന്തൊക്കെയാ പേര്? സഫ്വാൻ, ഷഹബാസ്. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞ നമ്പർ ഒന്ന് പറഞ്ഞേ. 41 അല്ലേ? 41. ഓക്കെ, നമുക്ക് തുറന്നു നോക്കാവേ. 41 ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കിക്കളയാം. ഓക്കെ, ലെറ്റ്സ് സീ. സുറുമിക്ക് 41 ഗോൾഡ് ഉണ്ടോ? അയ്യോ, ഇല്ല. സാരില്ല കേട്ടോ. നെക്സ്റ്റ് ടൈം സ്വർണം കിട്ടട്ടെ. ഓൾ ദ ബെസ്റ്റ്. ഇനിയും വിളിക്കാം. ബൈ. സുറുമിക്ക് ഗോൾഡ് കിട്ടിയില്ലേ? സുറുമി ഭയങ്കര തിരക്കിലാണ് അവിടെ. കാര്യം അവിടെ 2 മക്കളും കൂടെ ഒരുമിച്ച് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ എങ്ങനെയൊക്കെയോ വിളിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ വിളിക്കുന്നതിൽ ഒരുപാട് സന്തോഷം. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ടൈം കണ്ടെത്തുന്നുണ്ടല്ലോ, അത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം വിളിക്കുമ്പോൾ കിട്ടട്ടെ കേട്ടോ. അതുപോലെ തന്നെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇത്രയും തിരക്കിനിടയിൽ ബഹളത്തിനിടയിലാണ് ഒരു അമ്മ വിളിച്ചത് അല്ലേ. അപ്പോൾ നിങ്ങൾ വെറുതെ അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും ടി വിയിൽ. അപ്പോൾ പരീക്ഷിക്കാതിരുന്ന് കഴിഞ്ഞാൽ മണ്ടത്തരമാണെന്ന് ഞാൻ പറയും. കാര്യം ഒരു ലക്കാണ് അല്ലേ. നമുക്ക് ഒരു ചിലവും ഇല്ലാതെ നമ്മുടെ ഒരു ലക്ക് നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാവുന്ന ഒരു ഷോയാണ്. അപ്പോൾ അത് മിസ് ചെയ്യരുത്. അപ്പോൾ ഞാനാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ട്രൈ ചെയ്യും. കാര്യം ചുമ്മാ ഒരു ലക്കിൻ്റെ ബേസിൽ കിട്ടുന്ന ഒരു സമ്മാനമാണ് അല്ലേ. എന്തായാലും നമുക്ക് അടുത്ത കോളിലോട്ട് പോകാം. ഹലോ 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 ഹലോ, ഇതാരാണ്? ഹലോ, ഇതാരാണ്? കേൾക്കുന്നുണ്ടോ? പ്രസന്ന. ഓക്കെ, പ്രസന്ന. ഓക്കെ, എവിടുന്നാ വിളിക്കുന്നേ? പാലക്കാട്. ഓക്കെ ചേച്ചി, ഏതാണ് നമ്പർ? ഓർമ്മയുണ്ടോ? പ്രസന്ന ചേച്ചി. യെസ്. സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. നമ്പർ ചൂസ് ചെയ്തോ ചേച്ചി? നമ്പർ 63. ഓക്കെ, വീട്ടിൽ എന്താണ് വിശേഷം? വീട്ടിലും അങ്ങനെ കാര്യങ്ങൾ പോണു. ഓക്കെ, 63 ഇന്ന് സെലക്ട് ചെയ്യാൻ എന്തെങ്കിലും കാരണം ഉണ്ടോ? 63 ഇന്ന് ചൂസ് ചെയ്യാൻ എന്തെങ്കിലും കാര്യമുണ്ടോ? കാര്യമൊന്നുമില്ല. കണ്ടു അങ്ങ് എടുത്തു അല്ലേ. നോക്ക ഇനി അതിൽ ഗോൾഡ് ഉണ്ടോന്ന്. ഓക്കെ, പറഞ്ഞേ ഉള്ളൂ അല്ലേ ആ നമ്പർ. നമുക്ക് നോക്കി കളയാം. അങ്ങനെ തോന്നി ആ നമ്പറിൽ എന്തെങ്കിലും ഉണ്ടോ? നോക്കട്ടെ, തുറക്കട്ടെ. അയ്യോ, ഇല്ല കേട്ടോ. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ കേട്ടോ. ഓക്കെ ചേച്ചി, ബൈ. ഓക്കെ, പ്രസന്ന ചേച്ചി ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുള്ള ചേച്ചിയാണ് നമ്മുടെ ഷോയിൽ. അപ്പോൾ ഇതുപോലെ സ്ഥിരമായിട്ട് നമ്മുടെ ഷോ കാണുന്നവരുണ്ട്, ഒരുപാട് പേര് വിളിക്കാറുണ്ട്, പുതിയതായിട്ട് വരുന്നവരുണ്ട്, ട്രൈ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ മറക്കരുത് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ വാട്സപ്പിൽ അയക്കാം 8086011443. ഭയങ്കര ഈസിയാണ് നമ്മുടെ നമ്പർ ഓർത്ത് വയ്ക്കാൻ. 80 പിന്നെ 860 പിന്നെ 114443. ഇത്ര സിമ്പിളാണ്. അതിലോട്ട് നിങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് വാട്സപ്പിൽ അയക്കാം. ഉത്തരം അല്ല, ഒരു നമ്പർ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അയക്കാം. പേരും സ്ഥലവും നിങ്ങൾ ചൂസ് ചെയ്യുന്ന നമ്പർ വായിക്കണേ. അതിനോടൊപ്പം തന്നെ കോളും ട്രൈ ചെയ്യുക. ഒന്നി മാത്രം നിർത്തിക്കളയരുത്. അടുത്ത കോളിലോട്ട് പോകാം. ഹലോ പുതിയ സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? പാലക്കാട് ജയചന്ദ്രൻ. യെസ് ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നു? I am fine. വീട്ടിൽ ആരൊക്കെയുണ്ട് ചേട്ടാ? ഞാനും വൈഫ് മാത്രമേ ഉള്ളൂ. ഏതാണ് നമ്പർ ചൂസ് ചെയ്തിരിക്കുന്നേ? ഞാനും നേരത്തെ പ്രസന്ന ചേച്ചിയുടെ ഹസ്ബൻഡ് അല്ലേ?
ആ യെസ് 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 പാലക്കാട് എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു, അതാ ചോദിച്ചത് വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന്. ഓക്കെ 59 ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇത്തവണ ചേട്ടൻ തന്നെയാണോ ചൂസ് ചെയ്തത് അതോ ചേച്ചിയാണോ പറഞ്ഞേ? ഞാൻ തന്നെ ചൂസ് ചെയ്തു അല്ലേ? നോക്കാലോ 59-ലുണ്ടോ അല്ലേ, നമുക്ക് നോക്കിക്കളയാം. നോക്കാം 59-ല് ഇനി ഭാഗ്യം ഒളിഞ്ഞിരിപ്പുണ്ടോ. പ്രസന്ന ചേച്ചിക്കും ജയചന്ദ്രൻ ചേട്ടനും നോക്കട്ടെ. അയ്യോ ഇല്ല കേട്ടോ. ഹലോ ഓക്കെ ചേട്ടാ, താങ്ക് യു, ബൈ ബൈ. ഓക്കെ, അപ്പോൾ ജയചന്ദ്രൻ ചേട്ടനും കിട്ടിയില്ല. 2 തവണ ട്രൈ ചെയ്തല്ലേ, 2 പേരും കൂടെ ട്രൈ ചെയ്തു. ഇനിയും ട്രൈ ചെയ്തോളൂ, എപ്പോഴാണ് ഭാഗ്യം എന്ന് അറിയാൻ പറ്റില്ല. അതിനോടൊപ്പം വാട്സപ്പിൽ അയക്കാൻ മറക്കരുത്. എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരു ട്രയൽ അങ്ങ് നിർത്തിക്കളയരുത്. നിങ്ങൾക്ക് ഒരു ചാൻസും കൂടെ ഉള്ളതാണ് വാട്സപ്പിൽ അയക്കുന്നത്. അതിൽ ഉറപ്പായിട്ടും അയക്കുക, പങ്കെടുക്കുക. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നമ്പേഴ്സ് ഓപ്പൺ ചെയ്തു, ഒന്നിലും തന്നെ നമുക്ക് ഗോൾഡ് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇനി വിളിക്കുന്നവർക്ക് ഗോൾഡ് കിട്ടാനുള്ള ചാൻസ് ഹൈ ആണ്. കാര്യം മൾട്ടിപ്പിൾ ബോക്സുകളിൽ ഗോൾഡ് ഉണ്ട്. അപ്പോൾ അതിലേതെങ്കിലുമൊക്കെ നിങ്ങൾ കണ്ടെത്തിയാൽ മതിയല്ലോ അല്ലേ. പിന്നെ ചിലർക്ക് ഇങ്ങനെ തോന്നും, ഇങ്ങനെ ബാക്ക് ടു ബാക്ക് 4-5 കോൾ വരുമ്പം ഗോൾഡ് കണ്ടില്ലല്ലോ എന്ന് തോന്നും. ഇതിലൊക്കെ ഉണ്ടോ ഇതൊക്കെ തോന്നും. ബ്രോ 11 തൊട്ട് 70 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട്, അതിനകത്തുനിന്നാണ് നമ്മൾ ഗോൾഡ് കണ്ടെത്തേണ്ടത്. സോ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും ചില ദിവസങ്ങളിൽ അല്ലേ. എന്തായാലും നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ ഓക്കെ ഹലോ ഓക്കെ ഓക്കെ ഇതാരാണ്? മുഹമ്മദ് ഷഹബാസ്. മുഹമ്മദ് ഷഹബാസ് അല്ലേ? ഏതാണ് നമ്പർ മോനെ ചൂസ് ചെയ്തത്? ഏത് നമ്പറാണ് ചൂസ് ചെയ്തത്? 11 അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. എവിടുന്നാ വിളിക്കുന്ന മോൻ? മണക്കാട് എന്ന് വിളിക്കുന്നു. ഓക്കെ, എത്രാം ക്ലാസ്സിലാ മുഹമ്മദ്? 3-ലാണോ? ഓക്കെ, സ്കൂളൊക്കെ ഇഷ്ടമാണോ പോകുന്നത്? ഇഷ്ടമാണ്. ഫ്രണ്ടിന്റെ പേരെന്താ? ഓ, ഒരാളേ ഉള്ളൂ? ഒരു ഫ്രണ്ടേ ഉള്ളൂ? ഒറ്റ ഫ്രണ്ടേ ഉള്ളോ? ഇനിയുണ്ടോ? കൊറേ ഉണ്ടല്ലേ. ഓക്കെ, സാറ്റർഡേ സൺഡേ ഒക്കെ എന്ത് ചെയ്തു ബേബി വീട്ടിലിരുന്ന്? കളിച്ച് ടി വി ഉണ്ട്. പഠിച്ചില്ല? ഹോംവർക്ക് ഒന്നും എഴുതിയില്ല? അപ്പം എഴുതിയോ? ഓക്കെ, ഗുഡ് ബോയ് ആയിട്ട് നേരത്തെ എഴുതിയല്ലേ. ഓക്കെ, ഞാനപ്പോ തുറന്നു നോക്കട്ടെ 11 നോക്കാൻ പോവാ. ഓക്കെ, ലെറ്റ്സ് സീ. നോക്കട്ടെ 11 തുറക്കുമ്പോൾ അയ്യോ ഗോൾഡ് ഇല്ല കേട്ടോ. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ഓക്കെ, താങ്ക് യു, ബൈ. ഓക്കെ, അപ്പോൾ ഇതുവരെ വിളിച്ചവർക്ക് കിട്ടിയില്ല. അപ്പോൾ ഇനിയാണ് കിട്ടാനുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും ചെറിയൊരു ബ്രേക്ക് കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വരാം. ഇനിയൊരു ഷോർട്ട് ബ്രേക്ക്. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. അപ്പോൾ സ്വർണ്ണവർഷത്തിൽ നമ്മൾ ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നമ്പേഴ്സ് ഓപ്പൺ ചെയ്തു. ഇനി ഒരുപാട് നമ്പേഴ്സ് ഓപ്പൺ ചെയ്യാനുണ്ട്. അതിനു മുന്നേ ഞാൻ ഇന്ന് ഇട്ടിരിക്കുന്ന ഈ ഒരു ആഭരണം കാണിച്ചു തരട്ടെ. അടിപൊളിയല്ലേ? ഡയമണ്ടും ഗോൾഡും ഉള്ള ആഭരണമാണ് ഇട്ടിരിക്കുന്നത്. ഈ നെക്ലസ് ആണെന്നുണ്ടെങ്കിലും നെക്ലസ് നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഈ ഒരു ഡിസൈൻ കണ്ടോ, ഇങ്ങനെയാണ് അത് വരുന്നത്. അതിനോടൊപ്പം തന്നെ ഇയറിങ്ങും കണ്ടോ,
ക്യൂട്ടായിട്ടില്ലേ ഈ ഒരു പെയർ? ഇത് നമ്മുടെ സ്വർണ്ണമഹലിൽ നിന്നുള്ള സ്വർണ്ണമാണ്, ഡയമണ്ട്സ് ആണ്. അപ്പോൾ ഇതൊക്കെ പറയാനുള്ള കാര്യം അവിടെ ഓഫേഴ്സ് ഒക്കെ നടക്കുന്നുണ്ട്. സാറ്റർഡേ സൺഡേ എന്ന് പറയുന്നത് ഡയമണ്ട് ഡേയ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ക്യാരറ്റിന് 12,000 റുപ്പീസ് ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ ഗോൾഡ് കോയിനും സമ്മാനമായിട്ട് കിട്ടും. അതുപോലെ സ്വർണ്ണം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ 50% ആണ് പണിക്കൂലിയിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉള്ളത്. അപ്പോൾ ഈ ഓഫേഴ്സ് ഒക്കെ നടക്കുന്നുണ്ട്, മിസ് ചെയ്യേണ്ട. സ്വർണ്ണത്തിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഓഫേഴ്സ് വരുമ്പോൾ മാക്സിമം നമ്മൾ അത് ചാടി പിടിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. എന്തായാലും നമ്മുടെ ഷോയിലോട്ട് വരുമ്പോൾ നമുക്ക് നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ ഹലോ ഹായ്, ഇതാരാണ്? ശ്രുതി. ശ്രുതി, ഓക്കെ. ശ്രുതി, ഏതാണ് നമ്പർ? നമ്പർ 22 അല്ലേ? എവിടുന്നാ വിളിക്കുന്നത് ശ്രുതി? ഒറ്റപ്പാലം. ടിവിയുടെ വോളി ഒന്ന് കുറയ്ക്കോ? ഓക്കെ ഓക്കെ ഓക്കെ. 22 അല്ലേ പറഞ്ഞത്? അതെ അതെ. ഓക്കെ. എന്താ ചെയ്യുന്നേ ശ്രുതി? ഹൗസ് വൈഫാ. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിലെ അമ്മയും അച്ഛൻ, ഹസ്ബൻഡ്, ഒരു മോള്. ഓക്കെ. പിന്നെ ഒരു ഏട്ടനുണ്ട്. ഓ, ചേട്ടനും ഉണ്ട്. മോൾ എത്രാം ക്ലാസ്സിലാ? 2ാം ക്ലാസ്സില്. 2ാം ക്ലാസ്സില്. ഓക്കെ. അപ്പൊ 22 എന്ന് പറയാൻ എന്തെങ്കിലും കാരണമുണ്ടോ? ആ നമ്പറിനോട് പ്രത്യേക ഇഷ്ടം എന്തെങ്കിലും ഉണ്ടോ? വെഡിങ് ഡേ ആണ് 22. അപ്പൊ വെഡിങ് ഡേ ആണല്ലേ? ഏത് മാസമാണ്? മെയ് 22 ആണ്. എന്തായാലും ഇവിടെ ഈ 22-ല് ആ ഒരു ഭാഗ്യം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ, നോക്കിക്കളയാം. നോക്കട്ടെ. 22-ല് ശ്രുതിക്ക് ഗോൾഡ് ഒളിഞ്ഞിരിപ്പുണ്ടോ? ഇല്ല, സോറി എന്നാണ് കേട്ടോ പറയുന്നത്. സാരമില്ല, ഇത്തവണ എന്തായാലും ആ ഒരു ലക്ക് കിട്ടിയില്ല 22-ന്. ഓക്കെ ഓക്കെ, ഇനിയും വിളിക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ കോളിംഗ്. ബൈ. ഓക്കെ, അപ്പോൾ 22 ആണ് ലക്കിയസ്റ്റ് നമ്പർ ആയിട്ട് ശ്രുതി കരുതുന്നത് അല്ലേ? വെഡിങ് ഡേയുടെ ആ ഒരു നമ്പർ. പക്ഷേ ഇത്തവണ നമുക്ക് ഈ ഒരു നമ്പറിൽ അത് വർക്കൗട്ട് ആയില്ല. മേ ബി വേറൊരു ദിവസം ചിലപ്പോൾ വർക്കൗട്ട് ആയി എന്നിരിക്കും. സോ യെസ്, ഇനിയും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഓഫ് കോഴ്സ് വാട്സപ്പിലും ട്രൈ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, വാട്സപ്പിൽ എങ്ങനെയാണെന്ന് അറിയാലോ? 8086011443 എന്ന നമ്പറിലോട്ട് അയച്ചാൽ മതി. പേര്, സ്ഥലം, നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ. സോ നമുക്കിനി നെക്സ്റ്റ് കോളിലോട്ട് പോയാലോ? ഹലോ ഹലോ, ഇതാരാണ്? ഹലോ, സൈനബ. ഓ, സൈനബ. ആ സൈനബയാണോ ഇത്? ഹലോ ഹലോ സൈനബ, എന്താ സൈനബ മിണ്ടാത്തെ? സൈനബ സൈനബ പോയോ? ഇപ്പൊ ആരാ ഉള്ളത്? സൈനബയുടെ ബ്രദർ ആണോ? ആ, ഏതാണ് നമ്പർ മോനെ? 31. ഓക്കെ, ഇപ്പൊ മോന്റെ പേരെന്ന് പറഞ്ഞു. ഇനി സഫാൻ അല്ലേ? ഓക്കെ, 31 ഒന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കാം. അവിടെ ചിരിയും ബഹളവും, സഫാന് സംസാരിക്കാനും വയ്യ. എൻ്റെ അമ്മോ, എന്തായാലും നോക്കിക്കളയാം. 31 ഗോൾഡ് ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കണേ. നോക്കട്ടെ, ലെറ്റ്സ് സീ. അയ്യോ, ഇല്ല. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ടൈം ഗോൾഡ് കിട്ടട്ടെ സഫാനയ്ക്കും സൈനബയ്ക്കും ഒക്കെ. പക്ഷെ ഇനി വിളിക്കുമ്പോൾ ഇങ്ങനെ ഫോണൊന്നും ഇട്ടിട്ട് ഓടിക്കളയരുത്, സംസാരിക്കണം കേട്ടോ സൈനബ. ഓക്കെ, അപ്പോൾ യെസ്, നിങ്ങൾ വിളിക്കുമ്പോൾ ടിവിയുടെ വോളിയം കുറയ്ക്കുക, പിന്നെ സംസാരിക്കുക. വിളിച്ചു കഴിഞ്ഞാൽ സംസാരിച്ചാലേ വഴിയുള്ളൂ, വേറെ വഴിയില്ല. ഓക്കെ, എന്തായാലും നമ്മുടെ നെക്സ്റ്റ് കോളിലോട്ട് പോകാം. ഹലോ ഹലോ, പോത്തി സ്വർണ്ണവശത്തിലേക്ക് സ്വാഗതം. ആരാണ്? മണികണ്ഠൻ. എവിടുന്നാ വിളിക്കുന്നേ? ഒറ്റപ്പാലത്ത് നിന്നാണ്. ഓക്കെ ചേട്ടാ, ഏതാണ് നമ്പർ? നമ്പർ 55 അല്ലേ? വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് വൈഫ്, കുട്ടി, അച്ഛനമ്മ. എന്താ ചെയ്യുന്നത് മണികണ്ഠൻ? പ്രൈവറ്റ് കമ്പനി വർക്ക് ചെയ്യണം. പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. ഓക്കെ, ഇന്ന് അവധിയാ അല്ലേ? സാറ്റർഡേ സൺഡേ അവധിയാണോ? സൺഡേ മാത്രമേ ഉള്ളോ? സൺഡേ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇന്ന് എന്താണ് പരിപാടി? സൺഡേ പ്ലാൻസ്? സൺഡേ ഒരു റിസപ്ഷൻ ഉണ്ട് വൈകുന്നേരം അല്ലേ? ഓക്കെ, ഫാമിലി ആയിട്ട് പോണം.
ഓക്കെ. യെസ്, അപ്പോൾ നമുക്ക് 55 ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഓക്കെ, നോക്കട്ടെ. 55 അല്ലേ പറഞ്ഞ നമ്പർ? ഓക്കെ, നോക്കിക്കളയാം. ഗോൾഡ് ഉണ്ടോ 55-ൽ? ഉണ്ടോ നോക്കട്ടെ. ഷോ ഇല്ല കേട്ടോ. അതെ, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. ഓക്കെ, ബൈ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഫാമിലി എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. കിട്ടിയില്ല എന്ന് അറിഞ്ഞപ്പോൾ അവിടെ ഒരു പൊട്ടിച്ചിരി. ഓക്കെ, അപ്പോൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക. ഇതുപോലെ തന്നെ എപ്പോഴും ലക്ക് വരട്ടെ, ഇനിയും ഒരുപാട് വരട്ടെ. ഇത്തവണ ഈ ഒരു മൊമെൻറ്റ് നമുക്ക് കിട്ടില്ലെന്നേ ഉള്ളൂ, വിഷമിക്കേണ്ട കാര്യമില്ല. ഇനിയും വരും, ചാൻസസ് ഒരുപാട് വരും. എന്തായാലും ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബോക്സസ് ഇങ്ങനെ ക്ലോസ് ആയി വരുന്നല്ലേ. ഇനിയും ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഒട്ടും തന്നെ വെയിറ്റ് ചെയ്യാതെ വിളിച്ചുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, സോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെയറിൽ ശരിക്കും ഒരെണ്ണേ പോയിട്ടുള്ളൂ. സെക്കൻഡ് റോയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒറ്റ നമ്പറേ പോയിട്ടുള്ളൂ. തേർഡ് റോയിലും ഒറ്റ നമ്പറേ പോയിട്ടുള്ളൂ. ഫോർത്ത് റോയിൽ 2 ബോക്സസ്, അതായത് 40s ആ ഒരു റോയിൽ 2 ബോക്സസ് പോയിട്ടുണ്ട്. 50s നോക്കുകയാണെങ്കിൽ 1 2 3 4 ബോക്സസ് ഓപ്പൺ ആയിട്ടുണ്ട്. 60s നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരെണ്ണേ പോയിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ചൂസ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എവിടെയൊക്കെ എന്തൊക്കെയാണ് ഉള്ളത്, പോയത് എന്നൊക്കെ. എന്തായാലും നമുക്ക് അടുത്ത കോളിലോട്ട് പോകാം. ഹലോ ഹലോ ഹലോ, ഇതാരാണ്? ശ്രുതി. ഓക്കെ, ശ്രുതി എവിടുന്നാ വിളിക്കുന്നേ? പാലക്കാട്. നേരത്തെ വിളിച്ച ശ്രുതിയാണോ? അതെ. ഓക്കെ, രണ്ടാമത്തെ ചാൻസ് ആണല്ലേ. ഏതാണ് നമ്പർ? നമ്പർ 54. ഓക്കെ, 54. ഇത്തവണ നമുക്ക് സ്വർണം കിട്ടുമോന്നൊന്ന് നോക്കി കളയാം. സെക്കൻഡ് ചാൻസ് ആണ് ആളുടെ. 54. ലെറ്റ്സ് സീ. ഗോൾഡ് ഉണ്ടോ? ഗോൾഡ് 54-ൽ ഇല്ല. ഷോ, സാരില്ല കേട്ടോ. അവിടെ പുറകെ ആരോ കളിയാക്കുന്നുണ്ടല്ലോ. ഹസ്ബൻഡ് അല്ലേ? സാരമില്ല, നമ്മൾ ട്രൈ ചെയ്തില്ല അല്ലേ. നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ആണല്ലേ, എല്ലാരും അന്വേഷിച്ചു എന്ന് പറയണം. ഹലോ, ഇനിയും നിങ്ങൾ ട്രൈ ചെയ്യണം. ഹാപ്പി ആയിട്ടിരിക്കുക. ഓൾ ദി ബെസ്റ്റ്. ബൈ. ഓക്കെ, സോ ഫാമിലി ആയിട്ട് എല്ലാവരും കാണുന്നു, അവിടെ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ സ്വർണ്ണവർഷത്തിൽ വിളിക്കുന്നു. അടിപൊളി, ഞാനും ഹാപ്പിയായി. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്യുക. കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാനുള്ള അവസരമുണ്ട്. ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്കായിരിക്കും സ്വർണം കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ബോക്സുകൾ തുറന്ന് വരുമ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള പാട് ഇങ്ങനെ കുറഞ്ഞ് വരികയാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു നമ്പറും കൂടെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് വിളിക്കണം എന്നുണ്ടെങ്കിൽ വിളിക്കേണ്ട നമ്പർ 8086011313. ഞാൻ വാട്സപ്പിൻ്റെ പറയുന്ന നമ്പറല്ല കേട്ടോ, ഇത് വേറെ നമ്പറാണ്. 8086011313 ആണ്. 313ലാണ് എൻറ്റ് ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിക്കാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, 8086011313. ഓക്കെ, 8086011313. ഇതാണ് നമ്മുടെ നമ്പർ. നിങ്ങൾ ട്രൈ ചെയ്യുക. ഓക്കെ, ആ നമ്പറും കൂടെ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ മിസ് ചെയ്യേണ്ട. പിന്നെ വാട്സപ്പിൽ അയക്കേണ്ട നമ്പർ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ ആ നമ്പറിൽ വാട്സപ്പിൽ നിങ്ങൾ അയക്കേണ്ട നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ. ഓക്കെ, ഇത്രയും അയക്കുക. സോ ഏറ്റവും കൂടുതൽ ബോക്സുകൾ ഓപ്പൺ ആക്കിയിരിക്കുന്നത് 50s അല്ലേ. 5 എണ്ണം പോയി ഇപ്പോൾ, അല്ല 4 എണ്ണം പോയിരിക്കുകയാണ്. ബാക്കി എല്ലാത്തിലും ഇങ്ങനെ 1 2 അങ്ങനെയൊക്കെ. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? സണ്ണി. ഓക്കെ, സണ്ണി ഏതാണ് നമ്പർ? നമ്പർ 37. ഓക്കെ, എന്താ ചെയ്യുന്ന സണ്ണി? ഞാനൊരു ആർട്ടിസ്റ്റ് ആണ്. എന്താണ് ചെയ്യുന്നത്? ആർട്ട് വർക്കുകൾ ചെയ്യും അല്ലേ. 37 അല്ലേ പറഞ്ഞ? 37 ആണോ 36 ആണോ? 37. അപ്പം പെയിന്റിംഗ് ആണോ ചെയ്യുന്നത്? അതെ. ഓക്കെ, യെസ്. എങ്ങനത്തെ പോർട്രേറ്റ്സ് ഒക്കെ ആണോ? എങ്ങനെയാണ് ചെയ്യുന്നത്? അല്ല, മ്യൂറൽ പെയിന്റിംഗ് അല്ലാതെ. എന്നിട്ട് വരച്ചിട്ട് അത് സെൽ ചെയ്യോ? അതെ. ഓക്കെ, അപ്പൊ ഇതിലോട്ടൊക്കെ ഇൻട്രസ്റ്റ് എപ്പോഴാ വന്നത്? ഇൻട്രസ്റ്റ് ഇല്ല, നമുക്ക് വേറെ ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരാളാ, അതുകൊണ്ട് അതിലോട്ട് താനെ പ്രാക്ടീസ് ചെയ്ത് അല്ലേ? അതെ, അങ്ങനെ സെറ്റ് ചെയ്തു. അടിപൊളി. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറയാ നമ്പർ ചൂസ് ചെയ്തത്.
37. 37. അപ്പൊ നമുക്ക് 37 ഓപ്പൺ ആക്കി നോക്കാം. ഓക്കെ, നോക്കട്ടെ 37-ൽ ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ല കേട്ടോ, സോറി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. താങ്ക്സ് ഫോർ കോളിംഗ്. ടാറ്റാ. ഓക്കെ, അപ്പോൾ 37-ൽ ഗോൾഡ് ഇല്ലായിരുന്നു. ഇനി ഏത് നമ്പറിലാണ് ഗോൾഡ് ഉള്ളത് എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല, ഒരു ഐഡിയ ഇല്ല. അപ്പോൾ നിങ്ങൾ കണ്ടുപിടിച്ചാൽ മാത്രമേ എനിക്കും മനസ്സിലാകത്തുള്ളൂ ഇതിൽ ഏതിലാണ് ഗോൾഡ് ഉള്ളതെന്ന്. നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളാണ് ഇതൊരു ഈ ഒരു മിസ്റ്ററി സോൾവ് ചെയ്യേണ്ടത്. ഏത് ബോക്സിലാണ് ഗോൾഡ് ഉള്ളത്, ഏതൊക്കെ ബോക്സുകളിലാണ് ഗോൾഡ് ഉള്ളത്? ഒരൊറ്റ ബോക്സിലല്ല, മൾട്ടിപ്പിൾ ബോക്സുകളിലുണ്ട്. എന്തായാലും നമ്മുടെ നെക്സ്റ്റ് കോളിലോട്ട് നമുക്ക് പോവാം. ഹലോ ഹലോ, ഇതാരാണ്? ഞാൻ രതീഷാണ്. രതീഷ്, എവിടുന്നാണ് വിളിക്കുന്നത്? രതീഷ്, മലയാറ്റൂര്. ഓക്കെ, ഏതാണ് നമ്പർ? 29. 29. ഓക്കെ, 29 പറയാൻ എന്തെങ്കിലും റീസൺ ഉണ്ടോ? ഇല്ല, ഒരു പ്രത്യേക ഇഷ്ടം ഇന്ന് തോന്നി, അത്രേ ഉള്ളൂ. ഓക്കെ, രതീഷിന്റെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വൈഫുണ്ട്, 2 പെൺപിള്ളേരുണ്ട്. 2 കുഞ്ഞു മക്കളുണ്ട് അല്ലേ, പെൺകുട്ടികളല്ലേ? ഓക്കെ, എത്രാം ക്ലാസ്സിലൊക്കെയാ? ഒരാള് 6-ലും ഒരാള് 2-ലും. ഒരാള് 2-ലും. എന്താ ചെയ്യുന്നത് രതീഷ്? എനിക്ക് ടൈൽസിന്റെ വർക്കാണ്. ടൈൽസിന്റെ വർക്കാണ്. ഇന്ന് വർക്കില്ല അല്ലേ, സൺഡേ ആയതുകൊണ്ട്? വർക്കില്ല. ഓക്കെ, ഇന്ന് എന്താണ് പരിപാടി സൺഡേ? പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഓക്കെ, അപ്പൊ 29 അല്ലേ, തുറക്കട്ടെ ഞാൻ? ഓക്കെ ഓക്കെ, നോക്കട്ടെ 29-ൽ ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ലല്ലോ. കുഴപ്പമില്ല, സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. താങ്ക്സ് ഫോർ കോളിംഗ്. ബൈ. സോ 29-ലും ഗോൾഡ് ഇല്ല. അപ്പം ഇനി ഏത് ബോക്സിലാണുള്ളത്, ഏതിലാണുള്ളത്? എനിക്കറിയില്ല. നിങ്ങൾക്കറിയോ? നിങ്ങൾക്കും അറിയില്ല. പക്ഷെ നിങ്ങൾ വിളിച്ച് കഴിഞ്ഞാൽ തുറക്കാൻ പറ്റും. എനിക്ക് ചെന്ന് തുറക്കാനുള്ളൊരു അവസരമില്ല. ഇന്ന് ഷോ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ വെറുതെ നമ്മളിങ്ങനെ സംസാരിച്ചായിരുന്നു, എനിക്കിങ്ങനെ വെറുതെ തുറക്കാനുള്ള അവസരം തരാൻ. പക്ഷെ അതൊന്നും നടക്കത്തില്ല. നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിളിക്കുക, നമ്പർ പറയുക, നമുക്കത് തുറക്കാം. അടുത്ത കോളിലോട്ട് പോകാം. ഹലോ ചേച്ചി. ഹലോ, ഇതാരാണ്? ധനലക്ഷ്മിയാണ് ചേച്ചി. സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. ട്രൈ ചെയ്തിട്ടാണ് കിട്ടിയത്. ആണല്ലേ, എന്തായാലും കിട്ടിയല്ലോ. കിട്ടി. ഓക്കെ, നമ്പർ ചൂസ് ചെയ്തോ? നമ്പർ 21 അവൈലബിൾ ആണോ? ഞാൻ നോക്കുന്നില്ല. 21 ഉണ്ട്. 21 ഉണ്ട്. ഓക്കെ, ധനഞ്ജിതയ്ക്ക് സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. ഇപ്പൊ എത്രയായി മോള്? കഴിഞ്ഞ് അടുത്ത വിശേഷം തുടങ്ങിയല്ലേ, അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാ. അടുത്ത വിശേഷം? അതെ, നമ്മുടെ നവരാത്രി തുടങ്ങിയല്ലേ. അതെ, നവരാത്രിയുടെ എക്സൈറ്റ്മെന്റിലാ അല്ലേ? മോളിപ്പോ എത്രയായി മോള്? എസ്പെഷ്യലി പൂജപ്പുര സിറ്റുവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് യെസ്, അവിടെ ഒരു ആഘോഷമാണ് അല്ലേ പൂജപ്പുരയില്. ഓക്കെ, അപ്പൊ മോൾ എത്രയായി ഇപ്പോ? മോളിപ്പോ 3.5 വയസ്സ് കഴിഞ്ഞു. കഴിഞ്ഞ വർഷം അവൾ അവിടെ എടുത്തിരുത്തി. ആണല്ലേ? ഓക്കെ, അപ്പൊ സ്കൂളില് ചേർത്തോ? നഴ്സറി അങ്ങനെ? നഴ്സറി ചേർത്തു. ഓക്കെ, അപ്പോ 21 പറയാൻ എന്തെങ്കിലും റീസൺ ഉണ്ടോ ആ നമ്പറിനോട്? 21 പറയാൻ അങ്ങനെ പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല. ഇന്ന് തോന്നി 21 പറയാനല്ലേ? അങ്ങനെ തോന്നി. നല്ലതാണെങ്കിൽ കിട്ടും അല്ലെ? നമുക്ക് നോക്കിക്കളയാം. 21-ൽ ഇന്ന് ധനലക്ഷ്മിക്ക് ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കട്ടെ. ഓക്കെ, നോക്കിക്കളയാം. ഗോൾഡ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. അടിപൊളി. എനിക്ക് വയ്യ ശരിക്കും. ഇതിന് മുന്നേയും കിട്ടിയിട്ടുള്ള ആളാണ്. എനിക്കൊന്ന് 2 തവണ കിട്ടിയിട്ടുണ്ടല്ലേ? എന്തോ? എനിക്ക് ഗോൾഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കിട്ടുന്ന ഗോൾഡിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. പറയൂ, എന്താണ്? നമ്മുടെ പോത്തീസിന്റെ ഗോൾഡ്. അതുകൊണ്ട് കുറച്ചുകൂടെ സന്തോഷം അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഓക്കെ, അടിപൊളി. എത്ര തവണ കിട്ടി മൊത്തം? ഇതും കൂടെ കൂട്ടി 3 തവണ. 3 അല്ലേ? 3ാം തവണയല്ലേ? അതെ. പോത്തീസ് സ്വർണ്ണമഹലിൽ പോയിട്ടുണ്ടോ ഇതിനു മുന്നേ? പോയിട്ടില്ല. അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള പോത്തീസിലേ പോയിട്ടുള്ളൂ. സ്വർണം വാങ്ങിക്കാൻ പോയിട്ടില്ല അല്ലേ? ഇനി പോണം കേട്ടോ ഒരു ദിവസം. എന്തായാലും സ്വർണ്ണമൊക്കെ വിൻ ചെയ്ത സ്ഥിതിക്ക്, ഇല്ലെങ്കിൽ നമുക്ക് ഈ മന്ത്ലി ഒക്കെ ചേരുന്നൊക്കെ ഓരോ ഇതുണ്ടല്ലോ, അതൊക്കെ ഒരുപാട് സ്കീംസ് ഉണ്ട്. അതൊക്കെ ഒരു അസറ്റ് തന്നെയല്ലേ ഗോൾഡ്. അപ്പൊ ഇടയ്ക്കൊന്ന് വിസിറ്റ് ചെയ്തു, ഒരുപാട് കളക്ഷൻ ഒക്കെ ഉണ്ടല്ലോ. ഓക്കെ, എന്തായാലും താങ്ക്സ് ഫോർ കോളിംഗ്. ഒരിക്കൽ കൂടി കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, ബൈ.
ഓക്കെ, ധനലക്ഷ്മിക്ക് വീണ്ടും സ്വർണം അടിച്ചിരിക്കുകയാണ്. ധനലക്ഷ്മിക്ക് ഇതിന് മുന്നേ സ്വർണം അടിച്ചിട്ടാണ് എനിക്ക് ആ ഒരു അറിയാവുന്നത്. പിന്നെ മോളുടെ പേരും ധനഞ്ജിത, രണ്ടുപേരുടെ പേരും എനിക്കിങ്ങനെ അറിയാം. ഒരു തവണ ഞാൻ എപ്പോഴും പുറത്ത് വെച്ച് കണ്ടിട്ടുമുണ്ട് ഈ ഷോയ്ക്ക് ശേഷം. ഓക്കെ, അടിപൊളി. അപ്പോൾ ഇനിയും വിളിക്കുക, സമ്മാനം നേടുക. അപ്പോൾ ഇന്നത്തെ ദിവസം ധനലക്ഷ്മിയുടെ ആയിരുന്നു, അതുകൊണ്ടാണ് ഫസ്റ്റ് വിന്നർ ആവാൻ പറ്റിയത്. ഇനിയും വിന്നേഴ്സിനെ നമുക്ക് വേണം. ഇനിയും ഗോൾഡ് അവിടെ ഇവിടെ ഒളിച്ചിരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ഒട്ടും തന്നെ വിഷമിക്കണ്ട, അയ്യോ ധനലക്ഷ്മി ഗോൾഡ് കൊണ്ടുപോയില്ല ഇന്നത്തെ, അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഇനിയും ഗോൾഡ് ഇവിടെ ഇരിപ്പുണ്ട്, ആ ഗോൾഡ് നിങ്ങളാണ് സ്വന്തമാക്കേണ്ടത്. അപ്പോൾ വിളിക്കുക, വിളിച്ചു കഴിഞ്ഞിട്ട് നമ്പർ ചൂസ് ചെയ്യുക. ഓക്കെ, എന്തായാലും നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ ഹലോ ഹലോ, ഇതാരാണ്? എന്റെ പേര് നയന എന്നാണ്. നയന. ഓക്കെ, നയന ഏത് നമ്പറാ ചൂസ് ചെയ്തിരിക്കുന്നത്? ഞാൻ ചൂസ് ചെയ്യുന്നത് 12 ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നയന എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ നന്ദാവനത്തു നിന്നാണ് വിളിക്കുന്നത്. നയന നന്ദാവനത്തിൽ നിന്നല്ലേ, മൊത്തം നായാണല്ലേ, നാ വെച്ചിട്ടാണ്. ഓക്കെ, എന്താ ചെയ്യുന്നത് നയന? ഞാൻ പ്രസന്റ്ലി ഒരു എഞ്ചിനീയർ ആണ്. ബട്ട് ഞാനിപ്പോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു അതിൽ നിൽക്കുവാണ്. ഓൾമോസ്റ്റ് അതിന്റെ ഒരു വർക്കിലാണ്. ഓക്കെ, എന്ത് ബിസിനസ് ആണ്? ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. എന്തിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ? എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അതെന്താ അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ ഫീൽഡിൽ അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാന്നുള്ളൊരു തോട്ട് വന്നത്? എഞ്ചിനീയറിംഗ് ആയിരുന്നല്ലോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പഠിപ്പിക്കുന്ന അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണോ, അല്ലെങ്കിൽ അതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടിട്ട് തുടങ്ങാന്ന് വിചാരിച്ചാണോ? അങ്ങനെയല്ല, ഞാൻ 2014 ബിടെക് പാസ് ഔട്ട് ആയി. അത് കഴിഞ്ഞിട്ട് ഈ ഒരു 10 ഇയേഴ്സോളം ഞാനൊരു മാർക്കറ്റിംഗ് സൈഡ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫേമിലാണ് ഒരു 10 ഇയേഴ്സ് വർക്ക് ചെയ്തത്. സോ എനിക്ക് സ്വന്തമായിട്ട് ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു പ്ലാൻ 2 ഇയേഴ്സ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ വർക്ക് കാര്യങ്ങൾ എടുത്തു, പുളിമൂട് ഒരു സ്പേസ് എടുത്തു, അങ്ങനെ അതിന്റെ ഇനാഗുറേഷനിലോട്ട് നിൽക്കുവാണ്. ഓ, അടിപൊളി അടിപൊളി, ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുണ്ട്. ഇങ്ങനെ സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ തുടങ്ങാന്ന് പറയുന്നത് എല്ലാവർക്കും ശരിക്കും ആഗ്രഹമുള്ള കാര്യമാണല്ലോ. അപ്പൊ അതിന്റെ ഒരു വഴിയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഓൾ ദ ബെസ്റ്റ്, അടിപൊളിയായിട്ട് തന്നെ പോട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്പർ വിളിക്കുന്നത് കേട്ടോ. എന്തോ ഫസ്റ്റ് ടൈം ആണല്ലേ? അതെ അതെ അതെ, എനിക്കും അങ്ങനെ സംസാരിച്ചൊരു ഓർമ്മ കിട്ടിയില്ല. എന്തായാലും താങ്ക്സ് ഫോർ കോളിംഗ്. എന്റെ ജസ്റ്റ് ചാനൽ മാറ്റിയപ്പോ ഈ പ്രോഗ്രാം കണ്ടു, ഞാൻ അപ്പൊ തന്നെ ട്രൈ ചെയ്തു. ഒരു 10-15 വട്ടം ട്രൈ ചെയ്തപ്പോഴത്തേക്കാ കിട്ടിയത് അല്ലേ? എന്തായാലും നമുക്ക് ഇന്ന് സ്വർണം ഉണ്ടോ എന്ന് നോക്കിക്കളയാം. 12 അല്ലേ പറഞ്ഞത് നയന? ഓക്കെ, അതെ 12 ആണ്. നയന 12 ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം 12-ൽ ഗോൾഡ് ഉണ്ടോ. അയ്യോ ഇല്ല കേട്ടോ നയന. ഓ നോ, ഇപ്പൊ ഞാൻ വിളിച്ചപ്പോ കിട്ടിയതിൽ തന്നെ എനിക്ക് ഒത്തിരി സന്തോഷം. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഒരു കോൾ ഇങ്ങനെ ഒരു കണക്ട് ആയതല്ലേ, ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത് അല്ലേ? എന്തായാലും സംസാരിച്ചാൽ ഒരുപാട് സന്തോഷം. ഇനിയും വിളിക്കണം, സൺഡേ ആണ് നമ്മുടെ പ്രോഗ്രാം, ഇപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വിളിക്കുക, സമ്മാനം നേടട്ടെ. ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ബിസിനസ്. ഓക്കെ, ബൈ. ഓക്കെ, അപ്പോൾ ശരിക്കും ഒരുപാട് ബോക്സസ് ഓപ്പൺ ആക്കിയെങ്കിലും ഒരാൾക്ക് കിട്ടി. ധനലക്ഷ്മിക്കാണ് കിട്ടിയത്, നയനയ്ക്ക് കിട്ടിയില്ല. പക്ഷേ നയനയുടെ കോള് ശരിക്കും അത്യാവശ്യം ഇൻസ്പയറിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇതുപോലെ ഒരുപാട് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഇങ്ങനെ ഒരാൾ തുടങ്ങുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. പ്രത്യേകിച്ച് ഒരു ലേഡി ഓൺട്രപ്രണർ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ? അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ പറ്റട്ടെ നയനയ്ക്ക്. അതുപോലെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ആഗ്രഹം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ വെയിറ്റ് ചെയ്യാതെ പെട്ടെന്ന് തുടങ്ങിക്കോളൂ. എല്ലാവരും പറയുന്ന അതാണ്, നമ്മളിങ്ങനെ ചിന്തിച്ച് കൂട്ടാതെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ നടന്നു പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അതൊക്കെ ചെയ്യുക. സോ യെസ്, നമ്മുടെ അടുത്ത കോളിലോട്ട് പോവാം. ഹലോ ഹലോ ഹലോ, ഇതാരാ? ആദി. ഓക്കെ ആദി, ഏത് നമ്പർ എടുത്തത് ആദി? 50 എടുത്തിരിക്കുന്നത്. ഓക്കെ, ആദി എത്രാം ക്ലാസ്സിലാ? ആദി എവിടെന്നാ വിളിക്കുന്നേ? ഞാൻ 2ാം ക്ലാസ്സിലാ. 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഓക്കെ, ആദി ഇപ്പൊ ബിഗ് ബോയ് ആണ്, ആണോ? ഓക്കെ, നല്ല ടോളായോ ആദി ഇപ്പോ? ഉണ്ട്. ഓമ്പോ, ബിഗ് ബോയ് തന്നെ. ഓക്കെ, ആദി പാട്ട് പാടുവോ? പാട്ട് പാടി കേക്കട്ടെ. കടലമ്മ കരഞ്ഞത് പറ്റത്, കണ്ണീരെല്ലാം അവളല്ലേ കട്ടത്. കഴിഞ്ഞു. ഓക്കെ, അടിപൊളി. ഓക്കെ ആദി,
50 അല്ലേ പറഞ്ഞത്? 50. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ആദിക്കുട്ടൻ പറഞ്ഞ നമ്പർ 50 ആണ്. 50ൽ ഗോൾഡ് ഉണ്ടോ ആദിക്കെന്ന് നോക്കിക്കളയാം. ലെറ്റ്സ് സീ. നോക്കട്ടെ, ആദി പറഞ്ഞ നമ്പർ ഇല്ല. 50ൽ ഗോൾഡ് ഇല്ല കേട്ടോ. ഓക്കെ സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. താങ്ക്സ് ഫോർ കോളിംഗ്. ബൈ. ഫുൾ ആദ്യയുടെ അച്ഛൻ ബാക്ക് ചെയ്യുന്ന ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ പറയുന്നൊക്കെ എന്തായാലും പറഞ്ഞു. പക്ഷേ അല്ലേ, മോൻ നല്ല സ്മാർട്ടാണ്. അപ്പോൾ ഇതുപോലെ തന്നെ സ്മാർട്ടായിട്ട് എല്ലാത്തിലും പങ്കെടുക്കണേ. ഓക്കെ, സോ യെസ്, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യെസ്, നമുക്ക് ഒരു വിന്നറിനെ കിട്ടി. ഇനിയും വിന്നേഴ്സ് വേണം. എന്തായാലും അതിന് മുന്നേ ഒരു ചെറിയ ബ്രേക്ക് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇനി സ്വർണ്ണ വർഷത്തിൽ ഷോർട്ട് ബ്രേക്ക്. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. സ്വർണ്ണമഹൽ സ്വർണ്ണ വർഷം. അപ്പോൾ എന്തായാലും ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആദ്യം തന്നെ പറയേണ്ടത്, വാട്സപ്പിൽ നിങ്ങൾ അയക്കേണ്ട ടൈം കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി വാട്സപ്പിൽ അയച്ചിട്ട് കാര്യമില്ല. ഇതുവരെ വാട്സപ്പിൽ അയച്ചവരിൽ നിന്നേ നമ്മൾ വിന്നേഴ്സിനെ എടുക്കുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഇനിയും ചാൻസ് ഉണ്ട് കോൾ ചെയ്ത് പങ്കെടുക്കാൻ വേണ്ടി. അത് മിസ് ചെയ്യേണ്ട. എന്തായാലും അതിനോടൊപ്പം തന്നെ ഞാൻ ഇന്ന് ഇട്ടിരിക്കുന്ന ഈ ഒരു ഓർണമെൻറ്റ്സിനെ പറ്റി എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനാണ്. ഡയമണ്ട് ഓർണമെൻറ്റ്സ് ആണ് കേട്ടോ. ഓക്കെ, നല്ല രസമുണ്ടല്ലേ കാണാൻ. നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സിൽ അറിയാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ഇങ്ങനെ ഒരു ഡിസൈനാണ് കണ്ടോ. നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. സിമ്പിളാണ്, എന്നാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അല്ലാണ്ട് പാർട്ടി വെയർ ആയിട്ടും ഒക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ് ഒരു നെക്ലസ്. പിന്നെ ഇയറിംഗ് നോക്കിയേ, ഇയറിംഗ് അടിപൊളി അല്ലേ ഈ ഡിസൈൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു പെയർ എന്ന് പറയുന്നത്. ഇത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോത്തീസ് സ്വർണ്ണമഹലിൽ നിന്നാണ്. അപ്പോൾ അവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഓഫറൊക്കെ നടക്കുന്നുണ്ട്. ഡയമണ്ട് ഡേയ്സ് ആണ്, സാറ്റർഡേ ആൻഡ് സൺഡേ. അപ്പോൾ ആ ദിവസം നിങ്ങൾ ഷോപ്പ് ചെയ്യുമ്പോൾ ഡയമണ്ട് വാങ്ങിക്കുമ്പോൾ ക്യാരറ്റിന് 12,000 rupees ഡിസ്കൗണ്ട് ഉണ്ട്. പ്ലസ് നിങ്ങൾക്ക് ഗോൾഡ് കോയിൻ സമ്മാനമായിട്ട് കിട്ടും. അതിനോടൊപ്പം തന്നെ നിങ്ങളിപ്പോൾ സ്വർണ്ണം വാങ്ങിക്കുകയാണ് എന്നുണ്ടെങ്കിൽ 50% ആണ് പണിക്കൂലിയിൽ ഡിസ്കൗണ്ട് ഉള്ളത്. അടിപൊളിയല്ലേ? അപ്പോൾ ഉറപ്പായിട്ടും മിസ് ചെയ്യേണ്ട. ഓക്കെ, നമ്മുടെ ബാക്ക് ടു അവർ ഷോ. നമുക്കറിയാം ഒരു വിന്നർ നമുക്ക് ഓൾറെഡി കിട്ടി. ഇനിയും വിന്നേഴ്സ് വേണം. അപ്പോൾ അടുത്ത കോളിലോട്ട് പെട്ടെന്ന് പോവാം. ഹലോ, ഹായ്. ഹലോ, ഇതാരാണ്? ശില്പ, ശരത്താണ്. ശരത്. ഓക്കെ ശരത്, ഏത് നമ്പറാണ് ചൂസ് ചെയ്തിരിക്കുന്നത്? നമ്പർ 62. 62. എവിടുന്നാ വിളിക്കുന്നത് ശരത്? കാലിക്കറ്റ് നിന്ന്. ഇനി മുന്നേ വിളിച്ചിട്ടുള്ള ശരത്താണോ? ഓ അതെ അതെ, ഇനി മുന്നേ വിളിച്ചിട്ടുണ്ട്. ഓക്കെ ശരത്, എന്താ ചെയ്യുന്നേ? ഞാൻ AC മെക്കാനിക്കോ. ഓക്കെ, AC മെക്കാനിക് ആയിട്ടുള്ള ശരത് അല്ലേ? ഐ റിമെമ്പർ. ഞാൻ അന്ന് എന്തൊക്കെയോ ചോദിച്ചിരുന്നു AC-യുടെ കാര്യം. ഇപ്പൊ വിളിച്ചിട്ട് കുറെ ആയല്ലേ? ഓക്കെ, വീട്ടില് എല്ലാവർക്കും സുഖമാണോ? ഓ, എല്ലാവർക്കും സുഖം. എല്ലാവർക്കും സുഖമാണ്. ഏത് നമ്പർ ആയിരുന്നു ചൂസ് ചെയ്തേ? നമ്പർ 62. 62. ഓക്കെ, 62 പറയാൻ എന്തെങ്കിലും റീസൺ ഉണ്ടോ? ഇല്ല, അനിയന്റെ വണ്ടിയുടെ നമ്പറാണ്. അനിയന്റെ വണ്ടിയുടെ നമ്പറിന് ലക്ക് ഉണ്ടോ എന്ന് നോക്കി കളയാമെന്ന് പറഞ്ഞ് ചേട്ടൻ വിളിച്ചിരിക്കുകയാണ്. സോ നമുക്ക് നോക്കാം 62-ൽ ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കട്ടെ. ലെറ്റ്സ് സീ, ഗോൾഡ് ഉണ്ടോ? അയ്യോ, ഇല്ല കേട്ടോ. ഓക്കെ, അടുത്ത ആഴ്ച നോക്കാം. ഓക്കെ, താങ്ക് യു, ബൈ. ശരി. ഓക്കെ, അടുത്ത ആഴ്ച നോക്കാം. അതാണ് കോൺഫിഡൻസ് അല്ലേ? അടിപൊളി. ഇങ്ങനെ വേണം എപ്പോഴും. ഉറപ്പായിട്ടും ലക്കും എല്ലാ കാര്യങ്ങളും പരീക്ഷ നോക്കാം. നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ ഒരു മടിയും വേണ്ട. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാട്സപ്പിൻ്റെ ടൈം അവസാനിച്ചെങ്കിലും നിങ്ങൾക്ക് ഇനിയും വിളിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ചാൻസ് മിസ് ചെയ്ത് സമയം ഇങ്ങനെ കഴിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു വിന്നറിനെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഗോൾഡ് ഇനിയുമുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക, വിളിക്കുക. എന്തായാലും നെക്സ്റ്റ് കോളർ റെഡിയാണ്. ഹലോ, ഇതാരാണ്? വിജയകുമാർ. എവിടുന്നാ വിളിക്കുന്നേ? തൃപ്പൂണിത്തറ. ഏത് നമ്പറാ ചൂസ് ചെയ്തേ?
ഇത് 69. 69 അല്ലേ? 69. ഓക്കെ. വിജയകുമാർ എന്നല്ലേ പേര്? വീട്ടിൽ ആരൊക്കെയുണ്ട് ചേട്ടാ? വീട്ടിലെല്ലാവരും ഉണ്ട്. വീട്ടിൽ എല്ലാവരും ഉണ്ട്. ആരൊക്കെയാണ്? അച്ഛനുണ്ട്, അമ്മയുണ്ട്, വൈഫുണ്ട്, കുട്ടികളുണ്ട്. കുട്ടികളൊക്കെ എത്രാം ക്ലാസ്സിലൊക്കെയാ? പിള്ളേർ പഠിക്കുക. പഠിക്കുകയാണ്. സ്കൂളിലാണോ കോളേജ്? കോളേജിലാണ്. 2 മക്കളാണോ ഉള്ളത്? 2 മക്കളും. എല്ലാരും വീട്ടിൽ നിന്നാണോ പോകുന്നത് അതോ ഹോസ്റ്റലിലൊക്കെ ആണോ? അല്ലല്ല, വീട്ടിൽ നിന്ന് തന്നെ പോകുന്നു. വീട്ടിൽ നിന്ന് തന്നെയാണ്. ഓക്കെ. 69. ഓക്കെ, 69 നമുക്കൊന്ന് തുറന്ന് നോക്കാം. 69. 69 ഗോൾഡ് ഉണ്ടോ? ലെറ്റ്സ് സീ. ഓക്കേ. യോ, ഇല്ല കേട്ടോ. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ഓക്കെ, ബൈ. ഓക്കെ, ചേട്ടൻ ഭയങ്കര ഫാസ്റ്റായിട്ട് സംസാരിക്കുന്ന ആളാ അല്ലേ? പെട്ടെന്ന് ഇങ്ങനെ ഉത്തരം പറയും. ചേട്ടൻ പെട്ടെന്ന് അതിൽ ഗോൾഡ് ഉണ്ടോ എന്ന് അറിഞ്ഞാൽ മതി എന്നൊന്ന് തോന്നിയ പോലെ എനിക്ക് തോന്നി. പെട്ടെന്ന് തന്നെ അതാണ് ഞാൻ തുറന്നത്. പക്ഷെ ഇത്തവണ നമുക്ക് കിട്ടിയിട്ടില്ല ചേട്ടാ. നമുക്ക് നെക്സ്റ്റ് ടൈം എന്തായാലും കിട്ടണം. അപ്പോൾ ഇനിയും വിളിക്കുക, ട്രൈ ചെയ്യുക. പിന്നെ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അറിയാലോ, ജസ്റ്റ് ഒരു ലക്കും കൂടെ, ആ ഒരു മൊമെൻറ്റിലെ ലക്ക് ശരിക്കും ആവശ്യമാണ്. ആ പറയുന്ന ആ ഒരു സമയത്തെ ലക്ക് അതിന്നും ഇല്ലാണ്ടായിപ്പോയി. ആ ഒരു മൊമെൻറ്റ് ഇല്ലാണ്ടായിപ്പോയി. സാരമില്ല, ചേട്ടന് നെക്സ്റ്റ് ടൈം കിട്ടിയെന്ന് വരും. കിട്ടാത്ത എല്ലാവരോടും എനിക്ക് തന്നെയാണ് പറയാനുള്ളത്. എന്തായാലും നെക്സ്റ്റ് കോളറിലോട്ട് നമുക്ക് പോവാം. ഹലോ, ആരാണിത്? എന്റെ പേര് ലിബിൻ എന്നാണ്. ലിബിൻ. ഓക്കെ, ലിബിൻ ഏതാണ് നമ്പർ? ഹലോ, നമ്പർ 18. എവിടുന്നാ വിളിക്കുന്നത് ലിബിൻ? ഇളമക്കര. ഓക്കെ, 18 പറഞ്ഞത് അല്ലേ? ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഭാര്യയുണ്ട്, കൊച്ചുണ്ട്. ഓക്കെ, കുഞ്ഞ് എത്രയായി? കുഞ്ഞ് 4ാം ക്ലാസ്സിലാണ്. 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഓക്കെ, എന്താ ചെയ്യുന്നത് ലിബിൻ? എനിക്ക് ഡ്രസ് വർക്കാണ്. പ്രസ് ആണോ? എന്തോ? റൂഫിന്റെ റൂഫിന്റെ ഒക്കെ. ഓക്കെ, റൂഫിന്റെ. ഓക്കെ. അപ്പൊ ഇന്നില്ല അല്ലേ? ഇന്ന് വർക്കില്ല അല്ലേ? ഇന്ന് വർക്കില്ല. സൺഡേ എന്താണ് പരിപാടി? സൺഡേ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. കാലത്തെ പള്ളിയിലൊക്കെ പോയി വന്നു. വൈകുന്നേരം സിനിമക്ക് പോവാ, അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല? സൺഡേ പോവാറില്ല അല്ലേ? ഓക്കെ. യെസ്, അപ്പോ 18 ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കാൻ പോവാണേ. ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കിക്കളയാം. ഓക്കെ, ലെറ്റ്സ് സീ. 18 ഗോൾഡ് ഉണ്ടോ? അയ്യോ, ഇല്ല കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ പുറകെ നിന്ന് ഭയങ്കര ചിരി കേൾക്കാം അല്ലേ? ഇല്ലയെന്ന് പറയുമ്പോൾ ഭയങ്കര ചിരിയാണ് എല്ലാവർക്കും. അപ്പോൾ സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ഇതുപോലെ ഇനിയും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം കുറേ നമ്പേഴ്സ് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കി. അതിൽ ഒരു നമ്പറിൽ മാത്രമേ നമുക്ക് ഗോൾഡ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഇനിയും ഒരുപാട് നമ്പേഴ്സ് ഓപ്പൺ ചെയ്യാനുണ്ട്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നമ്പേഴ്സ് ഓപ്പൺ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൽ ഒരു നമ്പറിലായിരിക്കും ഇനി ഗോൾഡ് ഉള്ളത് അല്ലേ? അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വാട്സപ്പിൽ നിങ്ങൾ അയച്ചു കഴിഞ്ഞു കാണും. എന്തായാലും നെക്സ്റ്റ് കോളിലോട്ട് പോകാം. ഹലോ, ഇതാരാണ്? ആതിര. എവിടുന്നാ വിളിക്കുന്നേ? എവിടെയാ? ഓക്കെ, ഏതാണ് നമ്പർ സെലക്ട് ചെയ്തത്? 51. 51 പറയണം എന്ന് തോന്നാൻ എന്താ കാര്യം? ഞാൻ ആക്ച്വലി നേരത്തെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു 21, പക്ഷെ അതിൽ ഗോൾഡ് ഉണ്ടായിരുന്നു. ഓക്കെ, വാട്സപ്പിൽ അയച്ച നമ്പർ അല്ലേ? ഓക്കെ, സാരമില്ല പോട്ടെ. 51 ഇനി ഉണ്ടോന്ന് അറിയില്ലല്ലോ അല്ലേ? നമുക്ക് നോക്കിക്കളയാം അല്ലേ? ഓക്കെ, ലെറ്റ്സ് സീ. 51 ഗോൾഡ് ഉണ്ടോ നോക്കട്ടെ. അയ്യോ, ഇല്ല കേട്ടോ. സാരില്ല, ഇന്ന് നമ്മുടെ ദിവസം, അല്ലെങ്കിൽ ഈ ഒരു ടൈം നമ്മുടെ ടൈം അല്ല, അതുകൊണ്ടാണ് പറ്റിപ്പോയത്. 21 അവിടെ അയച്ചു, പക്ഷെ അത് ഗോൾഡ് ഉണ്ട്, കിട്ടിയില്ല അല്ലേ? ഇപ്പൊ വിളിച്ചിട്ട് പറഞ്ഞതിലില്ല. വിഷമിക്കരുതേ കേട്ടോ. പോയി എന്തായാലും വിഷമിക്കരുത്. ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ വിഷമിക്കരുത്. നെക്സ്റ്റ് ടൈം വിളിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടിയെന്ന് വരും. ഒറ്റ കോളിൽ തന്നെ ചിലപ്പോൾ കിട്ടിയെന്ന് വരും. ഫസ്റ്റ് കോളിൽ തന്നെ കിട്ടിയെന്ന് വരും. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. താങ്ക്സ് ഫോർ കോളിംഗ്. സോ ഓക്കെ, ഇനി ആരാണ് അടുത്ത വിന്നർ? ഒരു ഐഡിയ ഇല്ല. നിങ്ങൾ ആയിരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ആയിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും ലാസ്റ്റ് ആയിരിക്കും വാട്സപ്പിലെ നോക്കുന്നത്. നമ്മൾ വാട്സപ്പിൻ്റെ ടൈം കഴിഞ്ഞു. ഇനി കോള് മാത്രമേ വഴിയുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് കോളിലോട്ട് പോകാം. ഹലോ, ഹായ്. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? അഖിൽ. എവിടുന്നാ വിളിക്കുന്നത് അഖിൽ? തിരുവനന്തപുരം. ഏതാണ് നമ്പർ ചൂസ് ചെയ്തത്? എത്രയാ?
39 അല്ലേ? ഓക്കെ. അഖിലിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, 2 ചേട്ടന്മാർ. 2 ചേട്ടന്മാർ. അപ്പൊ നിങ്ങൾ 3 പേരാണ്. ഓക്കെ. അഖിൽ ഇപ്പൊ എന്താ ചെയ്യുന്നേ? ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് നിക്കുന്നു. ചേട്ടന്മാരോ? ചേട്ടന്മാര് ഒരു ചേട്ടൻ ബിസിനസ്, ഒരു ചേട്ടൻ ഗോദറേജിൽ വർക്ക് ചെയ്യുന്നു. എല്ലാരും നാട്ടിൽ തന്നെ ഉണ്ട്? ഉണ്ട്. ഓക്കെ. അപ്പൊ 3 ആൺമക്കളാണല്ലേ? നിങ്ങൾ എല്ലാവരും ഭയങ്കര സ്നേഹമാണോ അതോ വഴക്ക് ബഹളമൊക്കെ ആണോ? വാക്ക് തർക്കങ്ങൾ? കൂടുതലും സ്നേഹമാണ്. ഇടയ്ക്കിടയ്ക്ക് വാക്ക് തർക്കങ്ങൾ, അത്രേ ഉള്ളൂ. അമ്മയ്ക്ക് ശല്യമില്ല? ഓക്കെ. സൺഡേ എന്താണ് സ്പെഷ്യൽ വീട്ടില്? സൺഡേ എന്താണ് സ്പെഷ്യൽ വീട്ടില്? സൺഡേ അങ്ങനെ പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒന്നുമില്ല. ഇല്ല. ഓക്കെ. എന്തായാലും 39 അല്ലേ? നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം 39ൽ ഗോൾഡ് ഉണ്ടോ എന്ന്. ഓക്കെ. അഖിലിന് ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കാം. 39 ഓപ്പൺ ചെയ്യുമ്പോൾ ഗോൾഡ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. അടിപൊളി. ഓക്കെ. ഒരു നമ്പർ അങ്ങ് ചൂസ് ചെയ്തു, അത് ഗോൾഡ് ഉണ്ട്, ദേ കൊണ്ടുപോയി. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ് അഖിൽ. ഇനിയും വിളിക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ. താങ്ക് യു. ബൈ. ഓക്കെ. നമ്മുടെ കോൾസിന്റെ സമയം കഴിഞ്ഞു. കോളിലൂടെ തന്നെ 2 വിന്നേഴ്സിനെ നമുക്ക് കിട്ടി അല്ലേ? ഒന്ന് ധനലക്ഷ്മിയും പിന്നെ അഖിലും. ഇനി വാട്സപ്പ് വിന്നർ ഉണ്ട്, ഒരാളുണ്ട്. ആരാണെന്ന് അറിയണ്ടേ? ആരായിരിക്കും? മിനി. നെടുമങ്ങാട് നിന്നുള്ള മിനിയാണ്. മിനി പറഞ്ഞ നമ്പർ 67 ആണ്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം 67ൽ ഗോൾഡ് ഉണ്ടോ എന്ന് അല്ലേ? ഓക്കെ. നോക്കട്ടെ. മിനിക്കുട്ടിക്ക് ഗോൾഡ് 67 അല്ലേ? 67 ഗോൾഡ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ് മിനി. അടിപൊളി. അപ്പോൾ അങ്ങനെ 3 വിന്നേഴ്സിനെ നമുക്ക് കിട്ടി. 2 കോളിലൂടെ ഉള്ള വിന്നേഴ്സും 2 വാട്സപ്പ് വിന്നേഴ്സ്, 1 വാട്സപ്പ് വിന്നറും. അപ്പോൾ എന്തായാലും വിന്നേഴ്സിന് എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. എല്ലാവരും ഇനിയും ട്രൈ ചെയ്യുക. ഇന്ന് വിൻ ചെയ്യാൻ പറ്റാത്തവരും വിൻ ചെയ്തവരും ഒക്കെ ഇനിയും ട്രൈ ചെയ്യുക. നിങ്ങളുടെ ലക്കിനനുസരിച്ച് ഓരോ ദിവസം നിങ്ങൾക്ക് സ്വർണ്ണം കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എന്തായാലും അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ടാറ്റാ ബൈ ബൈ. ടേക്ക് കെയർ. ദിസ് ഇസ് ശിൽപ സൈനിങ് ഓഫ്. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. Brought to you by പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത.